ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് യാസിക്ക് സ്കൂളിൽ പഠിത്തമില്ല കേട്ടോ. അപ്പോൾ അതാണ് ട്യൂഷന് രാവിലെ പോവേണ്ടത്. രാവിലെ 8 മണി തൊട്ട് 10 മണി വരെയാണ് അവന് ട്യൂഷൻ. ഉച്ചയ്ക്കുണ്ട്, പക്ഷേ ഉച്ചയ്ക്ക് പോകാൻ വയ്യ, ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്. അപ്പം നമ്മളിന്നൊരു സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. യാസിക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകും. ഈ ടോപ്പ് എങ്ങനെയുണ്ട്? മീഷോ പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനൊരു മീഷോ ഗേളാണ്. എല്ലാം ഞാൻ മീഷോ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു ചുമപ്പും കൂടി ഉണ്ട്. 2 കോംബോ ഓഫറിൽ ഞാൻ മേടിച്ചതാണ്. കോട്ടൺ മെറ്റീരിയലാണ്, നല്ല സുഖമുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ എന്നിട്ട് യാസീനെ വിളിക്കാൻ വന്നു. അവനിടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നു. അവൻ ഇച്ചിരി ഉഴപ്പാണ് സജിന, 2 അടി വെച്ച് കൊടുക്കണമെന്നാണ് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അവന് ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് അവനെ ഒരുക്കിയെടുത്ത്. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊന്നുമല്ല, കണ്ണാടി കിട്ടിയതിൻ്റെ ഷോയാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ആറ്റിങ്ങലാണ് കേട്ടോ സിനിമ കാണാൻ പോകുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ ഡീറക്സ് ഫിലിമാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ യാസിക്ക് ബാഹുബലി 3 കാണണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. പക്ഷേ അത് നമ്മൾ തിരക്കിയപ്പോൾ മാറിപ്പോയി. അത് കുറച്ച് ദിവസമേ ഓടിയുള്ളായിരുന്നു. പക്ഷേ ഇത് നല്ല സിനിമയാണ് കേട്ടോ. എനിക്ക് ഈ ഹൊറർ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. ഇഷ്ടവുമാണ്, പിന്നെ പേടിയാണ്. യാസിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. നമ്മൾ ഓരോ രംഗങ്ങൾ വരുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ സീറ്റിൽ മുഖം പൊത്തിയിരിക്കും. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല ഫിലിമായിരുന്നു, അടിപൊളി ഫിലിമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിലിം തീർന്ന ഉടനെ ഇറങ്ങി ഓടുകയാണ്. വണ്ടിയുടെ അടുത്ത് അവന് ഫസ്റ്റ് എത്തണമെന്ന് പറഞ്ഞ് ഓടുകയാണ്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴി ആറ്റിങ്ങിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചതുകൊണ്ട് വെഡ്ലാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലാണ് കേട്ടോ. ഫ്രൈഡ് റൈസും പെപ്പർ ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സാണ് കുടിച്ചത്. പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ കൊണ്ടുവച്ച വെള്ളം ഭയങ്കര ചൂട്. ഞാൻ യാസിക്ക് കുറച്ചെടുത്ത് തണുപ്പിച്ച് കൊടുത്ത്, പിന്നെ അവൻ നാണ്ട് ഒറ്റയ്ക്ക് തണുപ്പിച്ച് കുടിക്കുകയാണ്. പിന്നെ അപ്പോഴത്തേക്ക് ഫുഡ് വന്നു. അതുകൊണ്ട് ഫ്രൈഡ് റൈസും പെപ്പർ ചിക്കനും വന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.